ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രകാരം ഇന്ത്യക്കെതിരെ നേരത്തെ പ്രഖ്യാപിച്ച 25% താരിഫും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ 25% താരിഫും അടക്കമുള്ള 50% അത് നേരെ 18% കുറച്ചതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷം നടക്കുന്നത്. ഇതിൽ BJP അനുകൂല ഹാൻഡിലുകളെല്ലാം തന്നെ ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വിജയമെന്നും മോദിക്ക് മുന്നിൽ ട്രംപ് മുട്ടുമടക്കിയെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 3% വരെ ഉണ്ടായിരുന്ന താരിഫ് ഇപ്പോൾ 18% എന്നുള്ള വസ്തുത സൗകര്യപൂർവ്വം പലരും മറക്കുകയും ചെയ്യുന്നുണ്ട്. പല അമേരിക്കൻ ഉൽപ്പന്നങ്ങളും നികുതി രഹിതമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്നത് നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ നല്ല ചവർപ്പുള്ള ഒരു മിഠായി കഷ്ണം എന്ന് ചുരുക്കി വിശേഷിപ്പിക്കാം. ലോക വ്യാപാര സംഘടനയുടെ ചട്ടപ്രകാരമുള്ള തീരുവ അഥവാ MFN ആണ് വിവിധ രാജ്യങ്ങൾ കയറ്റുമതി ഇറക്കുമതി എന്നിവയ്ക്ക് ചുമത്തുന്നത്. എന്നാൽ ഈ നിരക്കിൽ ഭേദഗതി ചെയ്യാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച പ്രതികാര ചുങ്കത്തിൽ മാത്രമാണ്. കരാർ പ്രകാരം ഇന്ത്യൻ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ മുതലായവയ്ക്ക് അമേരിക്ക 18% നികുതി ചുമത്തും. ഈ ഇനങ്ങൾക്ക് MFN പ്രകാരമുള്ള 9% നികുതി കൂടി ബാധകമാകുന്നതോടെ ആകെ നികുതി നിരക്ക് 27% അമേരിക്കൻ നിർമ്മിത മെഡിക്കൽ ഉപകരണങ്ങൾ, വിവര സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ, കാർഷിക അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ മുതലായവയ്ക്ക് ഇന്ത്യയിൽ വില കുറയും. 800 മുതൽ 1600 cc വരെയുള്ള അമേരിക്കൻ നിർമ്മിത ഇരുചക്ര വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൺ മുതലായ സൂപ്പർ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷ വാർത്തയാണിത്. 3000 cc മുകളിലുള്ള ആഡംബര കാറുകൾക്ക് പുതിയ നികുതി ഘടന പ്രകാരം 30% നികുതി. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ത്യൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളുടെ താൽപര്യം മാനിച്ചാണ്. കാർഷിക മേഖലയിൽ ചില ഉൽപ്പന്നങ്ങൾ കരാറിൽ നിന്ന് ഒഴിവാക്കുക വഴി ക്ഷീര കർഷകരുടെയും കൃഷിക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമായി. കരാർ പ്രകാരം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പ്രതിവർഷം $100 ബില്യൺ എന്ന കണക്കിൽ 5 വർഷം കൊണ്ട് $500 ബില്യൺ വിഭവങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2025 ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് $86.51 ബില്യൺ സാധന സാമഗ്രികളാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യാപാര അന്തരം തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ഈ വ്യാപാര അന്തരം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ട്രംപ് കൊണ്ടുവന്ന ഈ വ്യവസ്ഥ പ്രകാരം ഏതൊക്കെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. സോയാബീൻ, ചോളം, പഴവർഗ്ഗങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്തുന്നത് ഇന്ത്യൻ കർഷകരെ ബാധിക്കും. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കണം എന്ന വ്യവസ്ഥയോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യവസ്ഥ തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ളത് ഉറപ്പാണ്. പുതിയ സാഹചര്യത്തിൽ റഷ്യയോടടുക്കാൻ പാകിസ്ഥാനും വലിയ ശ്രമം നടത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച വ്യാപാര കരാറിലെ വ്യവസ്ഥകളെ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കരാറിന്റെ വ്യവസ്ഥകളും ചട്ടങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സുതാര്യമാക്കണമെന്നും ആ വ്യവസ്ഥകളും ചട്ടങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കണം, പുറത്തുവിടണമെന്ന ആവശ്യവും ഇതോടുകൂടി ശക്തമാവുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ പ്രതിദിനം 16 ലക്ഷം ബാരൽ വരെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ പ്രതിദിന വാങ്ങൽ 10 ലക്ഷം ബാരൽ വരെ ആക്കിയിട്ടുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച അധിക 25% താരിഫ് പിൻവലിക്കുന്നതെന്നും ഇന്ത്യ തുടർന്നും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വാണിജ്യകാര്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കിനെ നിരീക്ഷകനായി ചുമതലപ്പെടുത്തിയെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വീണ്ടും വാങ്ങിയാൽ വീണ്ടും പിഴ താരിഫ് ഈടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ തീരുമാനം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇന്ത്യ റഷ്യ ബന്ധത്തെ എത്രത്തോളം ബാധിക്കും? അമേരിക്കയെയും റഷ്യയെയും ഒരേപോലെ പരിഗണിക്കുക എന്ന ഇന്ത്യയുടെ നയം പരീക്ഷിക്കപ്പെടുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി പകരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ക്രൂഡ് ഓയിൽ വാങ്ങും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം 10 വർഷത്തേക്ക് കൂടി നീട്ടാനും ട്രംപ് തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനുമായി സാമ്പത്തിക സഹകരണം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം
ഇന്ത്യയെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ചബഹാർ തുറമുഖത്തിന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം പിൻവലിക്കാൻ ഇന്ത്യ ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തിനോട് മുമ്പ് വ്യക്തമാക്കിയ നിലപാടിനപ്പുറം പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വിപണി സാഹചര്യവും രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളും മാത്രം പരിഗണിച്ചാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയത്. 2024-25 കാലയളവിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വലിയ ഉപഭോക്താക്കളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ശരാശരി പ്രതിദിന വാങ്ങൽ 16 ലക്ഷം ബാരലായിരുന്നു. ചില പീക്ക് പീരീഡുകളിൽ പ്രതിദിനം 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വരെ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയുടെ ആവശ്യത്തിന്റെ 40% റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടാണ് നിറവേറ്റിയത്. നിലവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ സ്വീകരിക്കുന്നത് സംബന്ധിച്ച ഇന്ത്യൻ റിഫൈനറികൾക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ 6 ആഴ്ച മുൻപ് വരെ തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ റഷ്യൻ വിതരണക്കാരുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിന് ഇന്ത്യൻ റിഫൈനറികൾക്ക് വിലക്കുണ്ടെന്നാണ് വിവരം. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ലഭ്യത ഇല്ലാതായാൽ ഇന്ത്യക്ക് മുൻകാലങ്ങളിലെ പോലെ സൗദി, കുവൈറ്റ്, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ എത്തിക്കേണ്ടി വരും. നൈജീരിയ, അങ്കോള, ഈജിപ്ത് മുതലായ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ആശ്രയിക്കാവുന്നതാണ്. അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഇന്ധനം ലഭ്യമാണെങ്കിലും വില, ഡിസ്കൗണ്ട്, ചരക്ക് കടത്ത് കൂലി, കാഠിന്യം കൂടിയ വെനസ്വേലൻ ക്രൂഡ് സംസ്കരിക്കാനുള്ള ഇന്ത്യൻ റിഫൈനറികളുടെ ക്ഷമത എന്നിവയെ ആശ്രയിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തും എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ യാതൊരു അറിയിപ്പും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് റഷ്യ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യക്ക് അവരുടെ ഊർജ ആവശ്യം പരിഹരിക്കാൻ ഏത് രാജ്യത്തെയും ആശ്രയിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നുള്ളതും റഷ്യ പറയുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന വിശ്വസ്തരായ ഊർജദാതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള ഇന്ധന വിതരണക്കാർ അത് റഷ്യയാണെന്നും പറഞ്ഞിരുന്നു. ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്ന സാഹചര്യത്തിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാനായിട്ട് പാകിസ്ഥാൻ പണി തുടങ്ങിയിട്ടുണ്ട്. ചൈനയിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യ ഇന്ത്യ ബന്ധത്തെ ഞങ്ങൾ മാനിക്കുന്നു, അതേസമയം തന്നെ റഷ്യയുമായി ഊഷ്മളമായ ബന്ധമുണ്ടാക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷഹ്ബാസ് ഷെരീഫ് പുടിനോട് ആ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായിരുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ പാകിസ്ഥാൻ റഷ്യ സഹകരണവും ശക്തിപ്പെട്ടിരുന്നു. പിന്നീട് ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായാണ് റഷ്യ പാകിസ്ഥാനുമായിട്ടുള്ള പല തന്ത്രപ്രധാന പ്രതിരോധ കരാറുകളിൽ നിന്നും വിട്ടുനിന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ റഷ്യ പാകിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുകയാണെങ്കിൽ അത് ഇന്ത്യക്കുണ്ടാകുന്ന ഭീഷണി ചെറുതല്ല.